എന്തു പറ്റി? എന്തു പറ്റിന്ന് എന്റെ ഈ കോലത്തില്? എന്താ നിങ്ങൾ ഈ പറയുന്നേ? അയ്യോ അയ്യോ ഗൗതം, എന്തു പറ്റി? എന്തു പറ്റിയെന്ന് പറഞ്ഞു തോന്നിക്ക് മനുഷ്യ, എന്തു പറ്റി? എന്തിനാ ഇപ്പൊ നിലവിളിക്കുന്ന? നിന്റെ മോൻ എന്താ ചത്തുപോയാ? എടോ, തന്റെ മകനെ എനിക്കെങ്കിലും മരിക്കുന്നല്ല. നീ എന്തിനാ ചാവുന്ന? ചാവേണ്ടത് അവനാടാ. നോക്ക്, നിനക്ക് കിട്ടിയ ഓരാടി എനിക്ക് കിട്ടിയ പോലെയാണ്. നിന്റെ അമ്മയെ പോലെ കര എനിക്കറിയില്ല, പക്ഷെ എന്ത് ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഈ മുറിവുകളെല്ലാം ഉണങ്ങുന്നതിന് മുമ്പ് അവൻ ചത്ത വാർത്ത നീ കേൾക്കും. ഇനിയെങ്കിലും തെളിവുകളില്ലാതെ തെറ്റ് ചെയ്യാൻ നോക്ക്. വാ, 2 പാക്കടി. അമ്മ സൈഡ് ഡിഷ് എടുത്തിട്ട് വരാം, പോയിക്കോ. ഇവനെ ഇങ്ങനെ ചെയ്തവന് വെറുതെ വിടരുത്. അവൻ നിന്റെ മാത്രം മോനല്ല, എന്റെ മോനാ. അത് ഞാൻ പറയണോ? ആദ്യം ചെയ്ത് കാണിക്കുക, പിന്നെ സംസാരിക്കാം. നീ എവിടെയാടാ? സാരത്തിന്റെ മൊത്തം ഹിസ്റ്ററി എനിക്കിപ്പോ വേണം. പറരായപ്പാ, വെയിറ്റ് ചെയ്യടോ. കൗൺസിൽ ലൈനിലുണ്ട്. ഒന്ന് ലൈനിൽ വെയിറ്റ് ചെയ്യ്. സമുദായ നേതാവ് ലൈനിൽ വരുന്നുണ്ട്. വെയിറ്റ്, യുവദാസ് ലൈനിൽ വരുന്നുണ്ട്. ഓ, നിങ്ങൾക്ക് 4 പേർക്ക് മാത്രമല്ല അവനെ കൊണ്ട് ഉപദ്രവം ഉണ്ടായത്. എന്റെ മകനെയും അവൻ തുണി എരിഞ്ഞ് നാണം കെടുത്തി. എന്റെ മകനെതിരെയുള്ള തെളിവുകൾ അവന്റെ കയ്യിലുണ്ട്. എനിക്കിതിൽ ഇടപെടാൻ പറ്റില്ല. നിങ്ങളുടെ മനസ്സിൽ എന്താണോ അത് ചെയ്യ്. നിങ്ങളുടെ പുറകിൽ ഞാനുണ്ട്. മിസ്റ്റർ മന്ത്രി, ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്ക്. അവനെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. നിങ്ങൾ 3 പേരും മാറിക്കോ. അവനെ ഞാൻ തന്നെ തീർത്തോളാം. പ്രശ്നം വേറെ റൂട്ടിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുക. ശത്രുക്കളെല്ലാം ഒന്നായി കഴിഞ്ഞിരിക്കുക. എങ്ങനെയെങ്കിലും നമ്മളെ അറ്റാക്ക് ചെയ്യാൻ ഉറപ്പായിട്ട് അവർ സ്കെച്ചിടും. കുറച്ച് ദിവസം ക്ഷമിച്ചിരിക്കാം, അത് കഴിഞ്ഞ് നോക്കാം. അവന്മാര് നല്ല ചൂടിലാ. അതുകൊണ്ട് നമ്മൾ കുറച്ച് പതുങ്ങിയിരിക്കണം. പതുങ്ങിയിരിക്കുന്നത് പേടിച്ചിട്ടല്ല, പായാൻ വേണ്ടിയാ. ആരും ഒറ്റയ്ക്ക് എവിടെയും പോകാൻ പാടില്ല. വസന്ത്, നിന്റെ ഉത്തരവാദിത്തത്തിലായി 2 പേര്. ഈ 2 പേരെ നീ നോക്കി. ഞാൻ നോക്കിക്കോളാം. സാരഥ്, ഞാനാ. എണീക്ക്. ഇപ്പൊ എങ്ങനെയുണ്ട്? എന്തു പറയാനേട്ടാ? നിന്നോടൊരു പ്രധാന കാര്യം പറയാനുണ്ട്. പറയട്ടാ. ഈ കേസിൽ നിന്നെ എല്ലാവരും കൊലയാളിയായിട്ടാണ് കാണുന്നത്. പക്ഷെ എനിക്കറിയാം നിനക്ക് കൊലയായിട്ട് ഒരു ബന്ധമില്ലാന്ന്. നന്ദിയുണ്ട് ഏട്ടാ. ഈ കേസ് സംബന്ധമായി എവിഡൻസ് കിട്ടുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ തിരുനെൽവേലിയിലെ റൗണ്ട്സിലായിരുന്നു. അവിടെ സംശയത്തിൽ 2 പേരെ പിടിച്ച് ചോദ്യം ചെയ്തപ്പോഴാണ് മനസ്സിലായത് അവർക്ക് ഈ കൊലയുമായിട്ട് ബന്ധമുണ്ടെന്ന്. ഇക്കാര്യം ഞാൻ SP ആയിട്ട് സംസാരിച്ചു. ശരിയേട്ടാ. എന്നാൽ അദ്ദേഹം ഇതിൽ ഉന്നതന്മാരുടെ ഇടപെടലുണ്ട്. അതുമാത്രമല്ല, നേരത്തെ ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവനെയാണ് നമ്മൾ കേസിൽ ഉൾപ്പെടുത്താൻ പോകുന്നത്. പിന്നെ ഇതിൽ ഉന്നതന്മാർക്ക് ബന്ധമുള്ളതുകൊണ്ട് ഇപ്പൊ നീ പുതിയ 2 ആളെ കൊണ്ടുവന്ന അത് ശരിയാവില്ല. അതുപോലെ ഇക്കാര്യം മീഡിയ അറിഞ്ഞാലും ഡിപ്പാർട്ട്മെന്റിന് നാണക്കേടാവെന്ന് പറഞ്ഞു. വേണമെങ്കിൽ ആ 2 പേരെ വേറെ ഏതെങ്കിലും കേസിൽ പെടുത്തി ഫയൽ ക്ലോസ് ചെയ്യാൻ പറഞ്ഞു. ഇപ്പൊ ആ 2 പേര് എവിടെയുള്ള ഏട്ടാ? പാളയംകോട്ട് ജയിലിലേക്ക് അയച്ചേക്കണേ. അതോടെ ഈ കൊലയുമായി ബന്ധപ്പെട്ട മുഴുവൻ വിവരങ്ങളും ആ 2 പേർക്കേ അറിയാവൂ. ഇപ്പോ ഈ കേസിൽ നീ അവന്മാരെ എങ്ങനെ ഉള്ളിൽ കൊണ്ടുവരുമെന്നതും അല്ല നീ എങ്ങനെ പുറത്തു പോകുമെന്നതും അതെല്ലാം നിന്റെ കയ്യിലാണ്. ഒരു ക്ലൂ ഇല്ലായിരുന്നു. എന്ത് ചെയ്യണമെന്ന് അറിയേണ്ടിയിരിക്കുകയായിരുന്നു. ഇത് മതിയേട്ടാ എനിക്ക്. വളരെ ഓക്കെ സാരഥ്. വക്കീൽ മാഡം, പറയേട്ടാ. ഇനി ഒരു ദിവസം പോലും എന്റെ മോൻ പോലീസ് സ്റ്റേഷനിൽ ഇരിക്കാൻ പാടില്ല. ചേട്ടാ, ഞാൻ നോക്കിക്കോളാം. എത്ര ലക്ഷം ചെലവായാലും ശരി, അവനെ പുറത്തിറക്കണം. സാരത്തിന്റെ കുടുംബാംഗം പോലെയാ. നിങ്ങൾ വിഷമിക്കണ്ട, ഉറപ്പായിട്ടും പുറത്തു കൊണ്ടുവരും. പറയൂ സാരഥ്, എന്നോട് എന്തിനാ വരാൻ പറഞ്ഞേ? ഇന്ന് പഴയ ASP അരുൺ സാർ വന്നായിരുന്നു. ഈ കൊലയായിട്ട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ എന്നോട് പറഞ്ഞായിരുന്നു. അതാ വരാൻ പറഞ്ഞേ. ശരി, ഇപ്പൊ എന്ത് ചെയ്യാം? ഈ കേസിൽ എന്നെ കൊടുക്കാൻ കുറെ പേര് പ്ലാൻ ചെയ്തിട്ടുണ്ട്. മിനിസ്റ്റർ, പിന്നെ ചില ഉന്നതന്മാരെ എല്ലാവരും ചതി ചെയ്തിട്ടാണ് എന്നെ കേസിൽ കുടുക്കിയത്. പക്ഷേ ഈ കൊലപാതകത്തിന്റെ കാരണം, ഇതാര് ചെയ്തു, ഇതെല്ലാം എനിക്ക് നിഗൂഢമായിരിക്കുക മാം. അതുകൊണ്ട് ഞാൻ പാളയംകോട്ട് ജയിലിൽ പോയാലേ ഈ കേസിലെ സത്യങ്ങളെല്ലാം എനിക്ക് മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് ഞാൻ പാളയംകോട്ട് ജയിലിലേക്ക് പോവാന്ന് സമ്മതിച്ച് ഒപ്പിട്ട് കൊടുത്തു മാം. നീ എന്തേ പറയുന്നേ?
നിന്നെ പുറത്തു കൊണ്ടുവരാൻ ഞങ്ങൾ ഇത്ര കഷ്ടപ്പെടുമ്പോ നീ ആണെങ്കിൽ അകത്തു പോവാന്ന് പറയുന്നു. മാം, മരിച്ചത് എന്റെ ഫ്രണ്ടാ മാം. എനിക്ക് അത്ര വേദനയുണ്ട്. ഞാൻ അകത്തു പോയാലേ സത്യം പുറത്തു വരൂ. ഈ വേദനയേക്കാൾ കൂടുതൽ എന്റെ കൂട്ടുകാരനില്ലാതെ എന്റെ വേദനയാ. അച്ഛനോട് എന്തെങ്കിലും ഐഡിയ ചോദിച്ചാലോ? മാം, ഞാൻ പറയുന്നത് നിങ്ങൾ ചെയ്യും മാം. നിന്റെ വൈഫ് നിന്നെ കാണണം എന്ന് പറഞ്ഞിട്ട് വെളിയിൽ നിൽക്കുന്നുണ്ട്. എന്തിനാ മാം ഈ സമയം നിങ്ങൾ അവളെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നേ? ശരി മാം, നിങ്ങൾ അവളെ തിരിച്ചു കൊണ്ടുപോക്കോ. അവളെ കാണാനുള്ള ധൈര്യം എനിക്കില്ല മാം. അവളെന്നെ ഈ അവസ്ഥയിൽ കാണണ്ട മാം. തകർന്നു പോകും. എന്തെങ്കിലും പറഞ്ഞ് സമാനിപ്പിച്ച് കൂട്ടിക്കൊണ്ടു പോകും. മാം പറഞ്ഞാൽ അവൾക്ക് മനസ്സിലാവും. അവരെ കാണാൻ പറ്റും? ഇല്ല മോളെ, ഇപ്പൊ വേണ്ട. നീ വിഷമിക്കാതെ സന്തോഷമായിട്ടിരിക്കാൻ പറഞ്ഞു. എന്നാ വിഷമിക്കണ്ട കേട്ടോ, പെട്ടെന്ന് വരും. അത്രയുള്ളൂ മാഡം. നിങ്ങൾ ഇരിക്കെ. മാം, അവൻ കുറ്റം സമ്മതിച്ചു, സൈൻ ചെയ്തു. ഒപ്പിട്ടോ? ഇട്ടു മാം. ഹാ, കോടതിയിൽ പ്രൊസീഡ് ഓക്കേ, മാം. ചെയ്യും. എന്താ ASP? നമസ്കാരം സാർ. പറയൂ. സാരത്ത് കൊല ചെയ്തെന്ന് സമ്മതിച്ചു സാർ. പിന്നെന്താ, അവനകത്താക്ക്. അതിലൊരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ട്. ആദ്യം ഞാൻ കൊന്നിട്ടേ ഇല്ലെന്ന് പറഞ്ഞു. പിന്നെ എന്നെ ജയിലിലടയ്ക്കൂ, ഇനിയാണ് ഞാൻ കൊല ചെയ്യാൻ പോകുന്നതെന്നും പറയുന്നു. ഒന്നും മനസ്സിലാവുന്നില്ല സാർ. നീ അവനെ ജയിലിലേക്ക് അയച്ചേക്ക്. ജയിലിൽ വെച്ച് ഞാൻ അവനെ തീർത്തേക്കാം. ശരി സാർ, എന്നെ സംബന്ധിച്ച് ഈ കേസ് തീർന്നു. ജയിലിലടയ്ക്കാ, ബാക്കി നിങ്ങൾ ചെയ്തോ. രാഷ്ട്രീയക്കാരനെന്ന് വെച്ചാൽ ആരെന്ന് ഇപ്പൊ മനസ്സിലായോ? എന്റെ മോനെ തൊട്ടവനെ ഞാൻ വെറുതെ വിടുവോ? ഇതോടെ അവന്റെ കഥ കഴിഞ്ഞു. ഷൈനി, നടന്നത് ആലോചിച്ചിരിക്കണ്ട. അവൻ പെട്ടെന്ന് വരും. വിഷമിക്കാതെ മോളെ, ഞങ്ങൾ എല്ലാരും ഇല്ലേ. വിളിച്ചോണ്ട് പോ ചേച്ചി. പോ മോളെ. ഒന്ന് ഫോൺ തരുമോ സാർ? വീട്ടിലേക്ക് വിളിക്കാനാ. ഒരു കോൾ ചെയ്തോട്ടെ. സംസാരിച്ചോ? പപ്പയുടെ ഫോണിലേക്ക് ഒന്ന് വിളിക്കോ സാർ? അതിലുണ്ടല്ലോ പപ്പയുടെ നമ്പർ. ഒന്ന് കോൾ ചെയ്യോ? താങ്ക്സ് ചേട്ടാ. പപ്പാ. മോനെ ശരത്തെ പറയടാ. മോനെ സുഖമല്ലേ? എന്താ മോനെ? എന്താ മോനെ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്? വെറുതെ കൊലക്കേസിൽ പ്രതിയായല്ലോ. കൊലയാളിയൊന്നും ആക്കാൻ പറ്റില്ല പാപ്പ. ഈ കൊല എങ്ങനെ നടന്നെന്ന് അറിയാൻ വേണ്ടിയാ വന്നേക്കുന്ന പാപ്പ. ധൈര്യമായിട്ടിരിക്കും മോനെ. ഷൈനിയെ നന്നായിട്ട് നോക്കിക്കോണം പാപ്പ. ഷൈനിക്ക് കൊടുക്കണോ? വേണ്ട പാപ്പ, ഇപ്പം ഞാൻ സംസാരിക്കുന്നില്ല. എന്നെ അവൾക്ക് നന്നായിട്ട് അറിയാം പാപ്പ. അവൾക്ക് എന്നെ മനസ്സിലാവും. അമ്മയാവാൻ പോകുകയല്ലേ. ഈ അവസ്ഥ ഞാൻ സംസാരിച്ച അവൾക്ക് താങ്ങാനാകില്ല. അവളുടെ ശബ്ദം കേട്ടാൽ എനിക്ക് സഹിക്കാനാവില്ല. അവളെയും ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെയും നന്നായിട്ട് നോക്കണം പാപ്പ. അമ്മയോട് ധൈര്യമായിട്ട് ഇരിക്കാൻ പറ. ശരി മോനെ, ശരി മോനെ. ജയിലിലേക്ക് എന്നെ ആരും കാണാൻ പറയണ്ട പാപ്പ. മനസ്സ് തളർന്നിരിക്കുക. താങ്ങാനാവില്ല. ധൈര്യമായിട്ടിരിക്കണം ശരത്തെ. ശരി പാപ്പ. ചേട്ടാ, നാളെ രാവിലെ വീട്ടിൽ നിന്ന് ഡ്രസ്സ് ആരുടെങ്കിലും കൊടുത്തുവിടാൻ പറയണം. ശരി ശരി ചേട്ടാ. ശരി, മറക്കാതെ ചെയ്തു തരണേ. മറന്നേക്കല്ലേ. ശരി ശരി. സൈൻ ചെയ്തോ? ചെയ്തു സാർ. എന്ത് കേസാ? ശങ്കരമ്പോയിൽ കൊലക്കേസാ സാർ. OCയോ BCയോ SCയോ? ABCയാ? BC. എന്താണ് സാർ ജാതിയൊക്കെ ചോദിക്കണത്? അതേടോ, ഇവിടെയൊക്കെ എങ്ങനെയാ? അതാത് ജാതിക്കാരനെ അതാത് സെല്ലിലിട്ടില്ലെങ്കിൽ തമ്മിൽ വെട്ടിച്ചാവും. കേസേ കോടതിയിലെത്തില്ല, ഇവിടെ തന്നെ തീരും. എന്താ സാർ പറയുന്നത്? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. എടോ, ജാതി ജാതി എന്ന് പറയാതെ ഇവിടെ അധികാരം തന്നെ ജാതിയാ തീരുമാനിക്കുന്നത്. അവന്മാരുടെ ബ്ലോക്ക് ചെയ്താ ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. കുമാർ ശങ്കർ. എന്താടാ നോക്കുന്നത്? അതൊന്നുമില്ല സാർ, റേസിൽ ഒപ്പിടാൻ നോക്കിയതാ. ഇട്. ശരി സാർ. സഖാവേ, വരൂ. ചേട്ടാ, സുഖല്ലേ? സുഖമായിരിക്കുന്നു, ഇരിക്കും. പൊതുപ്രവർത്തനമൊക്കെ ആകുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ശിങ്കാരവേലം കാണാത്ത തടവറയും. ഒന്നും ആലോചിക്കണ്ട. കള്ളക്കേസല്ലേ ഇട്ടിരിക്കുന്നത്. നമുക്ക് നോക്കാം. നിങ്ങൾ സഖാവിനെ കൂട്ടിക്കൊണ്ട് പോവുക. സഖാവ് പുറത്തിറങ്ങും വരെ നമ്മൾ വേണം സംരക്ഷിക്കാൻ. വിളിച്ചോണ്ട് പോ. വരൂ സഖാവേ.